വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം ഓഡിയോ ബുക്ക് തുടരുന്നു. 6-ാമത്തെ പ്രകരണം നിർവാണ പ്രകരണം. സർഗം 1. ഭൂഷുണ്ടോപാഖ്യാനം. വസിഷ്ഠൻ പറഞ്ഞു, 251-ാമത്തെ ശ്ലോകം, പേജ് 287. ധിക്കാലാദ്യനവച്ഛിന്നമദൃഷ്ടോ ഭയകൂട്ടികം ചിന്മാത്രമക്ഷയം ശാന്തമേകം ബ്രഹ്മാസ്മി നേതരത്. ധിക്കാലാദ്യനവച്ഛിന്നം, ദേശം കൊണ്ടോ കാലം കൊണ്ടോ പോലും പരിമിതപ്പെടാത്തതും, അദൃഷ്ടോ ഭയകൂട്ടികം, ആദി അന്തം എന്ന രണ്ടതിരുകൾ കൊണ്ട് വിഭജിക്കപ്പെടാത്തതും, ചിന്മാത്രം കേവല ബോധസ്വരൂപവും, അക്ഷയം ഒരിക്കലും ഒരു കേടും വരാത്തതും, ശാന്തം സദാ ശാന്തവും, ഏകം രണ്ടില്ലാത്തതുമായ ബ്രഹ്മാസ്മി ബ്രഹ്മമാകുന്നു ഞാൻ, ന ഇതരത് മറ്റൊന്നും ഞാനല്ല. ദേശം കൊണ്ടോ കാലം കൊണ്ടോ പോലും പരിമിതപ്പെടാത്തതും, ആദി അന്തം എന്ന രണ്ടതിരുകൾ കൊണ്ട് വിഭജിക്കപ്പെടാത്തതും, കേവല ബോധസ്വരൂപവും, ഒരിക്കലും ഒരു കേടും വരാത്തതും, സദാ ശാന്തവും രണ്ടില്ലാത്തതുമായ ബ്രഹ്മമാകുന്നു ഞാൻ, മറ്റൊന്നും ഞാനല്ല. ബ്രഹ്മാസ്മി നേതരത്, പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് ബ്രഹ്മം. അത് ബോധസ്വരൂപമാണ്. ദേശവും കാലവും ബോധത്തിലെ രണ്ട് ഭ്രമ അനുഭവങ്ങളാണ്. ദേശം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം തന്നെ ഇക്കാര്യം സ്പഷ്ടമായി തെളിയിക്കും. ദേശത്തിനെവിടെ നിൽക്കാൻ കഴിയും? ദേശമുണ്ടെന്നനുഭവിക്കുന്ന ബോധത്തിൽ. ദേശം എവിടെ നിൽക്കുന്നു? ദേശമുണ്ടെന്നനുഭവിക്കുന്ന ബോധത്തിൽ. ദേശം വേറെ എവിടെ നിൽക്കും? ദേശം ബോധത്തിലെ വെറുമൊരു ഭ്രമ അനുഭവം. ബോധമില്ലേ? ദേശമില്ല. ദേശം ബോധത്തിലെ വെറുമൊരു ഭ്രമ അനുഭവം. ബോധമില്ലേ? ദേശമില്ല. ദേശാനുഭവത്തിന് മുൻപേ ബോധമുണ്ടായേ പറ്റൂ. എങ്കിൽ ബോധം ദേശത്തിൽ പരിമിതമാകുന്നില്ലെന്ന് തീർച്ചയാണല്ലോ. കാലത്തിൻ്റെയും സ്ഥിതി ഇതുതന്നെ. സെക്കൻഡും മിനിറ്റും പകലും രാത്രിയുമൊക്കെയാണല്ലോ കാലത്തിൻ്റെ ഘടകങ്ങൾ. ഒരു ക്ലോക്കിൻ്റെ സൂചി ചലിക്കുമ്പോൾ നാം എന്തിനെയോ സെക്കൻഡുകളും മിനിറ്റുകളുമൊക്കെയായി വിഭജിക്കുന്നു. സൂചിയുടെ ചലനമല്ലാതെ അവിടെ അങ്ങനെ വിഭജിക്കപ്പെടാൻ വാസ്തവത്തിൽ എന്തുണ്ട്? ചലനമല്ലാതെ പിന്നെയുള്ളത് ആ ചലനത്തെ അറിയുന്ന ബോധം മാത്രം. അപ്പോൾ സൂചിയുടെ ചലനത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ബോധത്തിൻ്റെ ഒരു ഭ്രമ അനുഭവം മാത്രമാണ് കാലം. സൂര്യൻ്റെയും ഭൂമിയുടെയും ചലനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ബോധത്തിനുണ്ടാകുന്ന ഭ്രമ അനുഭവമാണ് രാത്രിയും പകലും. ഇനിയും സൂര്യനിൽ ജീവികൾ ഉണ്ടെങ്കിൽ അവയുടെ കാലഗണന എങ്ങനെയായിരിക്കും? അഹോ, ദേശകാലങ്ങളെല്ലാം ബോധത്തിലെ വെറും ഭ്രമങ്ങൾ. ദേശവും കാലവും സാപേക്ഷങ്ങളാണെന്നുള്ള ആധുനിക ശാസ്ത്ര സിദ്ധാന്തം അവയുടെ ഭ്രമസ്ഥിതി ഒന്നുകൂടി ഉറപ്പിക്കുന്നു. സാപേക്ഷങ്ങളായ എന്തും നിരപേക്ഷമായ ഒന്നിലെ ഭ്രമങ്ങളാകാനേ പറ്റൂ എന്നാണ് വേദാന്ത സിദ്ധാന്തം. ജഗത്തിനെ നിലനിർത്തുന്ന നെടും തൂണുകളാണ് ദേശവും കാലവും. ദേശകാലങ്ങളെ ആശ്രയിക്കാതെ ജഗത്തിലെ ഒന്നിനെക്കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആ ദേശകാലങ്ങൾ തന്നെ ബോധത്തിലെ ഭ്രമാനുഭവങ്ങളാണെങ്കിൽ പിന്നെ മറ്റുള്ളവയുടെ കഥ പറയാനില്ലല്ലോ. ദേശകാലങ്ങളെ ആസ്പദമാക്കിയുള്ള പദാർത്ഥങ്ങളുടെ രണ്ടതിരുകളാണ് തുടക്കവും ഒടുക്കവും. എവിടെ തുടങ്ങി, എപ്പോൾ തുടങ്ങി, എവിടെ ഒടുങ്ങി, എപ്പോൾ ഒടുങ്ങി എന്നീ ചോദ്യങ്ങൾക്കുത്തരം കാണാതെ ഒരു പദാർത്ഥത്തെയും വിവരിക്കാനേ സാധ്യമല്ല. ദേശകാലങ്ങളെ ആസ്പദമാക്കിയുള്ള പദാർത്ഥങ്ങളുടെ രണ്ടതിരുകളാണ് തുടക്കവും ഒടുക്കവും. എവിടെ തുടങ്ങി, എപ്പോൾ തുടങ്ങി, എവിടെ ഒടുങ്ങി, എപ്പോൾ ഒടുങ്ങി എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാതെ ഒരു പദാർത്ഥത്തെയും വിവരിക്കാനേ സാധ്യമല്ല. ഈ രണ്ടതിരുകൾക്കും ആശ്രയമായ കാരണമാണ് ബോധമെങ്കിൽ ബോധത്തിൽ ഈ രണ്ടതിരുകളും സംഭവിക്കുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ബ്രഹ്മം അദൃഷ്ടോഭയകൂടികമാണ്. ചിന്മാത്രമാണ് ബ്രഹ്മം. എന്തുകൊണ്ട്? ചിത്തില്ലയോ? ഒന്നുമില്ല.
ബോധം പരമകാരണമാണെന്നുറപ്പു വന്നാൽ പിന്നെ അത് അക്ഷയവും ശാന്തവും ഏകവുമാണെന്ന് തീർച്ച. 60-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനം നോക്കുക. ഇങ്ങനെ എല്ലാം ബ്രഹ്മമാണെങ്കിൽ അവനവൻ ബ്രഹ്മമാണെന്ന് അനുഭവിക്കുന്നതല്ലേ സത്യാനുഭവം? ആ ജീവബ്രഹ്മ ഐക്യ അനുഭവമാണ് ബ്രഹ്മാസ്മി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വസിഷ്ഠൻ തുടർന്നു, രാമ, ഇത്തരത്തിൽ ബ്രഹ്മഭാവന ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് മുക്തനെന്നോ ബദ്ധനെന്നോ ഒന്നും കരുതാതെ ഏകരൂപനായി, പ്രശാന്തനായി, മഹാനായി, മൗനിയായി, ആത്മാരാമനായി ലോകത്തെ വിഹരിക്കൂ. അതുതന്നെ നിർവ്വാണം. എപ്പോൾ വരെ അജ്ഞാനത്തിൻ്റെ മൂടുപടം ബാക്കി നിൽക്കുമോ, ബ്രഹ്മത്തെയല്ലാതെ മറ്റെന്തിനെയെങ്കിലും എപ്പോൾ വരെ ഭാവന ചെയ്യുമോ, പ്രപഞ്ച വിഷയങ്ങളിൽ എപ്പോൾ വരെ താൽപ്പര്യം അവശേഷിക്കുമോ, അപ്പോൾ വരെ ചിത്തവും ദേഹവും ജഗത്തുമൊക്കെ കൽപ്പിച്ച് ബന്ധപ്പെടേണ്ടി വരും. ചിത്തമില്ല, അവിദ്യയില്ല, മനസ്സില്ല, ജീവനില്ല. രാമ, ഇവയൊക്കെ ബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്നു തന്നെയുള്ള അനുഭവങ്ങളാണെന്നറിയൂ. അതുകൊണ്ട് അവയൊക്കെ ബ്രഹ്മം തന്നെ. ആദിയും അന്തവുമില്ലാത്ത ഒരേ ബ്രഹ്മം ഒരു സമുദ്രമെന്ന പോലെ ഇങ്ങനെ ജലരൂപത്തിൽ പെരുകിക്കാണുന്നു. ദേഹത്തിൽ അഹങ്കാരമുള്ളിടത്തോളം, ജഡശരീരം താനാണെന്ന് കരുതുന്നിടത്തോളം, ഇതെൻ്റേത് നിൻ്റേത് എന്ന സംഘമുള്ളിടത്തോളം ചിത്തവും ജഗദ്ഭ്രമവും തുടർന്നുകൊണ്ടേയിരിക്കും. 252-ാം പദ്യം. അന്തർമുഖതയാ സർവം ചിദ്വൻഹൗ ത്രിജഗത്തൃണം ജൂഹ്വതോന്തർനിവർത്തന്തേ മുനേശ്ചിത്താദിവിഭ്രമാഃ. അന്തർമുഖമായി സത്യം കണ്ടറിഞ്ഞ് ബോധവന്ഹിയിൽ മുഴുവൻ ജഗത്തിനെയും ഉണങ്ങിയ പുല്ലിനെ അഗ്നിയിലെന്ന പോലെ എരിച്ച് ചാമ്പലാക്കുന്ന മുനിക്ക് ചിത്താദി വിഭ്രമങ്ങൾ ഉള്ളിൽ നിന്നും ഉടൻ വിട്ടകലുന്നു. ജഗത്ത് മുഴുവൻ ബോധത്തിലെ വെറും ഭ്രമമാണെന്നറിയുന്ന മുനിക്ക് അത് തൃണം പോലെ നിസ്സാരം. 253-ാം പദ്യം. ചിദാത്മാസ്മി നിരംശോസ്മി പാരാവാരവിവർജിതഃ രൂപം സ്മര നിജം സ്ഫാരം മാ സ്മൃത്യാസംമിതോ ഭവ. ചിദാത്മാസ്മി, ഞാൻ ബോധരൂപനായ ആത്മാവാണ്. നിരംശഃ അസ്മി, എനിക്ക് ചെറിയ ചെറിയ അംശമൊന്നുമില്ല. പാരാവാര വിവർജിത, മറുകര കാണാനില്ലാത്ത അനന്തസത്തയാണ് ഞാൻ. നിജം സ്ഫാരം രൂപം സ്മര, ഇപ്രകാരം അളവില്ലാത്ത സ്വന്തം രൂപം ഓർമ്മിക്കൂ. അസ്മൃത്യാസംമിത ഭവ, അസ്മൃത്യാസംമിത ഭവ, മറവി നിന്നെ ബാധിക്കാതിരിക്കട്ടെ. ഞാൻ ബോധസ്വരൂപനായ ആത്മാവാണ്. എനിക്ക് ചെറിയ ചെറിയ അംശമൊന്നുമില്ല. മറുകര കാണാനില്ലാത്ത അനന്തസത്തയാണ് ഞാൻ. ഇപ്രകാരം അളവില്ലാത്ത സ്വന്തം രൂപം ഓർമ്മിക്കൂ. മറവി നിന്നെ ബാധിക്കാതിരിക്കട്ടെ. മാ സ്മൃത്യാസംമിതോ ഭവ. ആരറിഞ്ഞാലും ഇല്ലെങ്കിലും സർവം ബ്രഹ്മമയം എന്നതാണ് ശാസ്ത്രീയമായ വസ്തുസ്ഥിതി. അത് മറന്നുപോയതാണ് അജ്ഞാനം. അപ്പോൾ ബ്രഹ്മാനുഭവം കർമ്മം കൊണ്ടൊന്നും നേടാനുള്ളതല്ല. നിലവിലുള്ള കാര്യം ഓർമ്മിച്ച് ഉറപ്പിക്കുകയേ വേണ്ടൂ. എല്ലാ സാധനകളും ഈ വിസ്മരണമകറ്റാനാണ്. യുക്തിചിന്തകളും ശാസ്ത്ര ചർച്ചകളും സജ്ജന സംസർഗവുമെല്ലാം ഈ ഓർമ്മ ഉറപ്പിക്കാൻ മാത്രം. ഓർമ്മയ്ക്ക് ഉറപ്പ് വരുന്തോറും സംസാര ദുഃഖം അകന്നകന്നു പോകും. അതുകൊണ്ടാണ് മറവി നിന്നെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നത്. മുൻപിൽ കൊല്ലാൻ ആയുധവും ഓങ്ങി നിൽക്കുന്ന കടുത്ത ശത്രുവിനെ പോലും ഈശ്വരരൂപത്തിൽ ഉത്തമമിത്രമായി ആർക്ക് കാണാൻ കഴിയുന്നുവോ അയാളാണ് സത്യം കാണുന്നയാൾ. പൊങ്ങിപ്പായുന്ന നദി ഇരു കരകളെയും ഇടിച്ചു തകർത്ത് മരങ്ങളെ പിഴുതെറിയുന്നത് പോലെ ആരാണോ സ്നേഹമാത്സര്യങ്ങളെ ബ്രഹ്മബോധം കൊണ്ട് തകർത്ത് ഒന്നാക്കുന്നത് അദ്ദേഹമാണ് സത്യം കാണുന്നയാൾ. ആത്മാന്വേഷണ ശാസ്ത്ര ചർച്ചയാകുന്ന മന്ത്രം കൊണ്ട് ഓർമ്മയിലെത്തുന്ന ആത്മാവ് തൃഷ്ണാവിഷൂചിക രോഗത്തെ അതിവേഗം ചികിത്സിച്ച് ക്ഷയിപ്പിക്കുന്നു. ശരത്കാലം മൂടൽമഞ്ഞിനെ എന്ന പോലെ ഇതിനാദ്യമായി സത്യനിഷ്ഠനായ ഗുരുവിൻ്റെ വാക്കിൽ ശ്രദ്ധാലുവായി തീരണം. ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കാമെന്ന് തോന്നിയാൽ ആ മഹാൻ്റെ ഉപദേശങ്ങൾ ഉഴുതുമറിച്ച തറയിൽ ജലമെന്ന പോലെ ഉള്ളിൽ വിട്ടുപോകാതെ തങ്ങി നിൽക്കാനിടയാകും. ആദ്യമായി സത്യനിഷ്ഠനായ ഗുരുവിൻ്റെ വാക്കിൽ ശ്രദ്ധാലുവായി തീരണം.
ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കാമെന്ന് തോന്നിയാൽ ആ മഹാന്റെ ഉപദേശങ്ങൾ ഉഴുതുമറിച്ച തറയിൽ ജലമെന്ന പോലെ ഉള്ളിൽ വിട്ടുപോകാതെ തങ്ങി നിൽക്കാനിടയാകും. ശാസ്ത്രയുക്തികൾ സ്വയം മനനം ചെയ്യാതെയും സ്വസ്വരൂപം ബോധമാണെന്ന് വിചാരം ചെയ്തറിയാതെയും സത്യത്തെ കൈവെടിഞ്ഞ മൂഢബുദ്ധികൾ സംശയഗ്രസ്തരായി തൃണങ്ങളെപ്പോലെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. 254 പദ്യം. സർവേഷാമേവ ചൈതേഷാം സ്ഥിതൈവൈഷാ ചിദവ്യയാ കിന്ത്വബോധവശാദസ്യാഹ പരാം കൃപണതാംഗതാ. ഈ മൂഢബുദ്ധികളിൽ പോലും എല്ലാവരിലും ഒരു കുറവും വരാതെ ആ ബോധസത്യം പ്രകാശിച്ചു നിൽക്കുന്നു. എന്നാൽ അതൊന്നും ഓർമ്മിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് മാത്രം അവർ അനുകമ്പാർഹരായി സംസാരക്കടലിൽ മുങ്ങിപ്പൊങ്ങി കഴിയാൻ ഇടയാകുന്നു. മൂഢന്മാർ അവരുടെ സ്വരൂപമായ ബോധത്തെ തിരിച്ചറിയാതെ വില്ലിൽ നിന്നുള്ള ഞാണൊലി എന്ന പോലെ ഭീഷണി മുഴക്കുകയും അലറിച്ചീർക്കുകയും ചെയ്യുന്നു. എന്തിന്? മരിക്കാൻ വേണ്ടി മാത്രം. ഇത്തരം മൂഢന്മാരോട് ആത്മചർച്ചയ്ക്ക് ഒരുമ്പെടുന്നത് വിലപ്പെട്ട സാധനം ചെളിയിൽ വലിച്ചെറിയുന്നതിന് തുല്യമാണ്. അഥവാ പട്ടി ആകാശത്ത് നോക്കി കുരയ്ക്കുന്നത് പോലെയാണ്. 255 പദ്യം. അജ്ഞത്വമാപദാം നിഷ്ഠ കാഹിനാപദജാനതഃ ഇയം സംസാരസരണിഃ വഹത്യജ്ഞപ്രസാദതഃ. ആപദാം നിഷ്ഠ, ആപത്തുകൾക്കെല്ലാം ഇരിപ്പിടം. അജ്ഞത്വം, അറിവില്ലായ്മയാണ്. അജാനതഃ, കാഹിന, ആപത്ത്. അജ്ഞന് എന്താണ് ആപത്തില്ലാത്തത്? ഇയം സംസാരസരണി, ഈ സംസാരഗതി അജ്ഞപ്രസാദതഃ വഹതി, അജ്ഞൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ തുടർന്നു പോകുന്നത്. ആപത്തുകൾക്കെല്ലാം ഇരിപ്പിടം അജ്ഞതയാണ്. അജ്ഞന് എന്താണ് ആപത്തല്ലാത്തത്? ഈ സംസാരഗതി അജ്ഞൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ തുടർന്നു പോകുന്നത്. അജ്ഞത്വമാപദാം നിഷ്ഠ, അറിവില്ലായ്മയാണ് എല്ലാ ആപത്തുകൾക്കും ഇരിപ്പിടം. എന്തിൻ്റെ അറിവില്ലായ്മ? സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ബോധഘനായ ഒരു വസ്തുവേ ഇവിടെ നിലവിലുള്ളൂ. അതിന് ഒരിക്കലും കേട് സംഭവിക്കുന്നില്ല. പിന്നെ ആരെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്? ദേഹമുൾപ്പെടെയുള്ള ജഡദൃശ്യങ്ങൾ കേടുവരികയും നശിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ജഡങ്ങൾ ബോധത്തിലെ വെറും ഭ്രമദൃശ്യങ്ങളാണ്. ജനിക്കുക, മരിക്കുക, ആദിവ്യാധികൾ കൊണ്ട് ജീർണിക്കുക, ഇതൊക്കെ അവയുടെ സ്വഭാവമാണ്. അത് മാറ്റിമറിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അപരിഹാര്യമായതിൽ ദുഃഖിക്കുന്നത് അജ്ഞതയല്ലേ? ജഡങ്ങളുടെ ഈ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അവയെ കൈകാര്യം ചെയ്ത് മാറ്റിമറിക്കാവുന്നിടത്തോളം മാറ്റിമറിക്കൂ. പറ്റാതെ വരുമ്പോൾ ദുഃഖിച്ചിട്ട് എന്തു കാര്യം? ഈ വസ്തുരഹസ്യം അറിവില്ലാത്തവന് എല്ലാം ദുഃഖകാരണമാവും. പണം, സ്ഥാനമാനങ്ങൾ, പ്രശസ്തി ഇവയൊക്കെ കൂടുന്തോറും ഈ അറിവില്ലെന്ന് വന്നാൽ ദുരഹങ്കാരവും ഭയവും ഭേദചിന്തയും വളർന്ന് അജ്ഞൻ മോഹബദ്ധനായി ദുഃഖിക്കേണ്ടി വരും. ഭൗതിക നേട്ടങ്ങൾ പോലും സത്യബോധത്തോടെ അനുഭവിക്കുന്നിടത്തു മാത്രമേ സുഖമുള്ളൂ. ഭൗതിക നേട്ടങ്ങൾ പോലും സത്യബോധത്തോടെ അനുഭവിക്കുന്നിടത്തു മാത്രമേ സുഖമുള്ളൂ. അജ്ഞൻ്റെ അനുഗ്രഹങ്ങളായ ഭീഷണികളും ഗർജനങ്ങളും മതമാത്സര്യങ്ങളും അല്ലേ കോലാഹലമായ സംസാരഗതിയെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? വസിഷ്ഠൻ തുടർന്നു. 256 പദ്യം. യദേവ ഗോഷ്പദാകാരം ജ്ഞതിയഃ പേശലം ജഗത് തദേവാപാരപര്യന്തം അഗാധമഹാത്മനഃ. വസ്തുത ഗ്രഹിച്ച ജ്ഞാനിക്ക് ഈ ജഗത്ത് ഒരു പശുവിൻ കുളമ്പടി പോലെ നിസ്സാരമാണ്. സത്യമറിയാത്ത അജ്ഞന് ഒരു മഹാസമുദ്രം പോലെ മറുകര കാണാനില്ലാത്തതും ആഴമേറിയതുമാണ്. ഭ്രമം ഭ്രമമാണെന്നറിഞ്ഞാൽ ഒരു പശുവിൻ കുളമ്പടി ചാടിക്കടക്കുന്നത് പോലെ ജഗത്തിനെ തള്ളിക്കളയാനല്ലേയുള്ളൂ. ഇവിടെ ജഡദൃശ്യവുമായി ഒരു ബന്ധവുമില്ലാത്തതും എല്ലാമായി ശാന്തമായി വിലസുന്നതും സച്ചിദാനന്ദമയവുമായ ഒരു വസ്തുവേ നിലവിലുള്ളൂ. അതിൽ വാസ്തവത്തിൽ ഒരു സൃഷ്ടിയും സംഭവിച്ചിട്ടേയില്ല. അതിൽ മരുഭൂമിയിൽ കാനൽ ജലം പോലെ ഭ്രമരൂപത്തിൽ ആവിർഭവിക്കുന്നതാണ് എല്ലാ സൃഷ്ടിഭേദങ്ങളും.
ആ ബ്രഹ്മസൃഷ്ടി സൂക്ഷ്മമെന്നും മധ്യമെന്നും സ്ഥൂലമെന്നും 3 വിധത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സത്വഗുണമാണ് സൂക്ഷ്മം, രജോ ഗുണമാണ് മധ്യം, തമോ ഗുണമാണ് സ്ഥൂലം. ഇത് 3ഉം ചേർന്നതാണ് പ്രകൃതി എന്നറിയപ്പെടുന്നത്. ഇതുതന്നെയാണ് ജീവൻ്റെ സംസാരം. ഈ പ്രകൃതിക്കപ്പുറമുള്ള ശുദ്ധബോധമാണ് സംസാരത്തിൻ്റെ മറുകര. സത്വം പ്രകാശത്തിൻ്റെയും രജസ് കർമ്മത്തിൻ്റെയും തമസ് മോഹത്തിൻ്റെയും ഗുണമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. സത്വഗുണമാണ് സൂക്ഷ്മം, രജോ ഗുണമാണ് മധ്യം, തമോ ഗുണമാണ് സ്ഥൂലം. ഇത് 3ഉം ചേർന്നതാണ് പ്രകൃതി എന്ന് അറിയപ്പെടുന്നത്. ഇതുതന്നെയാണ് ജീവൻ്റെ സംസാരം. ഈ പ്രകൃതിക്കപ്പുറമുള്ള ശുദ്ധബോധമാണ് സംസാരത്തിൻ്റെ മറുകര. സത്വം പ്രകാശത്തിൻ്റെയും രജസ് കർമ്മത്തിൻ്റെയും തമസ് മോഹത്തിൻ്റെയും ഗുണമാണ്. ഈ 3 ഗുണങ്ങളും കൂടിച്ചേർന്ന് ഓരോന്നും മുമ്മൂന്നായി പിരിഞ്ഞ് അങ്ങനെ ഗുണരൂപിണിയായ അവിദ്യ 9ആയി വേർതിരിയുന്നു. സത്വം, സത്വത്തിൽ നിന്ന് രജസ്, സത്വത്തിൽ തമസ്, രജസിൽ സത്വം, രജസിൽ തമസ്, തമസിൽ സത്വം, തമസിൽ രജസ്. ഇങ്ങനെയാണ് 9 വിഭാഗം. സത്വം, സത്വത്തിൽ രജസ്, സത്വത്തിൽ തമസ്, രജസിൽ സത്വം, രജസിൽ തമസ്, തമസിൽ സത്വം, തമസിൽ രജസ്. ഇങ്ങനെയാണ് 9 വിഭാഗം. ഇതിൽ സത്വത്തിൻ്റെ രൂപഭേദങ്ങളാണ് ഋഷിമാർ, മുനിമാർ, സിദ്ധന്മാർ, നാഗന്മാർ, വിദ്യാധരന്മാർ, സുരന്മാർ എന്നിവർ. സാത്വികാവിദ്യയാണ് ഇവർക്കൊക്കെ രൂപം കൊടുത്തിരിക്കുന്നത്. വസിഷ്ഠ വിശ്വാമിത്രാദി ഋഷിമാരാണ് ശുദ്ധ സാത്വിക സ്വരൂപികൾ. മുനികളും സിദ്ധന്മാരുമാണ് സത്വത്തിലെ രജോരൂപികൾ. കർമ്മപ്രധാനന്മാരാണിവർ. വാസുകി തുടങ്ങിയ നാഗന്മാരും വിദ്യാധരന്മാരുമാണ് സത്വത്തിലെ തമോരൂപികൾ. മോഹമാണിവരിൽ പ്രധാനം. ഗുണരൂപിണിയായ പ്രകൃതി അവിദ്യയാണെങ്കിൽ സത്വഗുണത്തിൻ്റെ ആധിക്യമേറും തോറും വിദ്യയെന്നറിയപ്പെടുന്നു. രാജസിയും താമസിയുമായ സൃഷ്ടിയും ഇതുപോലെ വേർതിരിച്ച് കാണേണ്ടതാണ്. ജഡത്തിൻ്റെ പാരമ്യമാണ് തമോ ഗുണത്തിൻ്റെ അതിര്. രാമൻ ചോദിച്ചു, വൃക്ഷലതാദി സ്ഥാവരങ്ങൾ ഏതാണ്ട് ശുദ്ധ ജഡത്വത്തിലെത്തി നിൽക്കും പോലെയാണല്ലോ കാണുന്നത്. ഇവയിലെ ബോധസ്ഥിതി എപ്രകാരമുള്ളതാണ്? വസിഷ്ഠൻ പറഞ്ഞു, ശുദ്ധജഡങ്ങളിൽ മനസ്സ് പൂർണ്ണമായി ലയിച്ചിരിക്കുന്നു. വൃക്ഷലതാദി സ്ഥാവരങ്ങളിൽ മനസ്സ് പൂർണ്ണമായി ലയിച്ചിട്ടില്ല. എന്നാൽ മനസ്സിൻ്റെ പ്രകടമായ രൂപം കാണുവാനുമില്ല. അങ്ങനെ മനസ്സുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത ഒരു മധ്യസ്ഥിതിയിലെ ബോധാവസ്ഥയാണ് സ്ഥാവരങ്ങളുടേത്. രാമൻ ചോദിച്ചു, അപ്പോൾ മഹാമുനി, മനസ്സേതാണ്ട് ഇല്ലാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന സ്ഥാവരങ്ങൾ മുക്തിയുടെ തൊട്ടടുത്തെത്തി നിൽക്കുന്നതായി കരുതാമോ? വസിഷ്ഠൻ മറുപടി നൽകി, സ്ഥാവരങ്ങളിൽ സൂക്ഷ്മ ശരീരം മനുഷ്യന് ഉറക്കത്തിലെന്ന പോലെ ലയിച്ചു പോയിരിക്കുകയാണ്. സത്താമാത്രം അവശേഷിക്കുന്ന ഈ മൂകാന്ത ജഡസ്ഥിതി ഉറക്കത്തിലെന്ന പോലെ സുഖദായിനിയാണ്. രാമൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ സ്ഥാവരങ്ങളിൽ ദ്വൈത അനുഭവം ഇല്ലാത്തതുകൊണ്ട് അദ്വൈത അനുഭവമെന്ന മുക്തി അവയോട് അടുത്തു നിൽക്കുന്നു എന്ന് കരുതാമോ? രാമ, മോക്ഷമെന്താണെന്ന് വ്യക്തമായി ധരിച്ചോളൂ. ബുദ്ധിപൂർവം ശാസ്ത്രവിചാരം ചെയ്ത് യഥാർത്ഥ വസ്തു കണ്ടെത്തി സത്താസാമാന്യത്തെ അവലംബിക്കുന്നതാണ് അനന്തമായ മോക്ഷം. വാസനകളെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം പരിത്യജിക്കണം. അതാണ് ഉത്തമം. വാസനകൾ പോയാൽ അനുഭവരൂപമായി തെളിയുന്ന സാമാന്യമായ ഉണ്മയാണ് കൈവല്യം. ജഡത്തിലും ഉറക്കത്തിലും തത്സമയം സത്താസാമാന്യം അനുഭവിക്കുന്നില്ലെന്ന് തീർച്ചയല്ലേ? സജ്ജനങ്ങളുമായി സത്യം വിചാരം ചെയ്യണം, ശാസ്ത്രം ചർച്ച ചെയ്യണം. അപ്പോൾ ബ്രഹ്മരൂപമായ സത്താസാമാന്യം ഉറപ്പുവരും. വിത്തിൽ മുളപ്പ് ലയിച്ചു കിടക്കുന്നത് പോലെ ജഡത്തിലും ഗാഠനിദ്രയിലുമൊക്കെ ജന്മഹേതുവായ വാസന ലയിച്ചു കിടക്കുകയാണെന്ന് ഓർക്കണം. ഇടതെങ്ങി വാസനകളോടുകൂടി സങ്കല്പങ്ങൾ ലയിച്ചു കിടക്കുന്ന സ്ഥാനമാണ് സുഷുപ്തി. അതുതന്നെയാണ് ജഡത്വം. നൂറുകണക്കിന് ജന്മങ്ങൾ ഇവിടെ നിന്നും മുളച്ചു വരാം. അങ്ങനെ വൃക്ഷലതാദി സ്ഥാവരങ്ങളൊക്കെ ഈ ജഡധർമ്മം ഉൾക്കൊള്ളുന്നവയാണെന്ന് അറിഞ്ഞോളൂ. വീണ്ടും വീണ്ടും ജന്മങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള സുഷുപ്തിയിൽ ആണ്ടിരിക്കുകയാണ് അവയെല്ലാം. വിത്തുകളിൽ പൂക്കളെന്ന പോലെയും മൺകട്ടകളിൽ കുടങ്ങളെന്ന പോലെയും സ്ഥാവരങ്ങളിൽ വാസനകൾ ഒളിഞ്ഞിരിക്കുന്നു. വാസനാബീജം ബാക്കി നിൽക്കുന്നിടത്തോളം ഈ സുപ്താവസ്ഥ സത്യാനുഭവത്തിന് ഉതകുകയേയില്ല. ജന്മബീജമില്ലാത്ത ശുദ്ധവാസന മാത്രമേ തുരീയാനുഭവത്തിന് സഹായിക്കൂ.
ജന്മബീജമില്ലാത്ത ശുദ്ധവാസന മാത്രമേ തുരീയ അനുഭവത്തിന് സഹായിക്കൂ. വാസന, അഗ്നി, കടം, രോഗം, വിഷം, ശത്രുത ഇവയൊക്കെ ലേശമെങ്കിലും ബാക്കി കിടന്നാൽ പടർന്നു പിടിച്ച് പിൽക്കാലത്ത് ദുഃഖകാരണമായിത്തീരും. വാസനയെ പൂർണ്ണമായും ഒഴിച്ചുമാറ്റി സാമാന്യമായ ഉണ്മയായി നിലകൊള്ളുന്ന വ്യക്തി ദേഹത്തോടുകൂടി ജീവിച്ചിരിക്കട്ടെ, അഥവാ ദേഹം വിട്ടുപോകട്ടെ, അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും ദുഃഖമില്ല. ജീവന്മാരെല്ലാം വാസനാബീജം കൊണ്ട് മൂടിപ്പോയ ബോധാംശങ്ങളാണ്. ശുദ്ധബോധാനുഭവത്തെ മറയ്ക്കുന്ന ഈ വാസനാബീജം തന്നെയാണ് അവിദ്യ. അവിദ്യയുടെ ഒരു പ്രധാന ഭാഗം കൊണ്ട് മറ്റേ ഭാഗത്തെ ദഹിപ്പിക്കണം. തമ്മിൽ ഉരസി ഉണ്ടാക്കുന്ന ജ്ഞാനാഗ്നിയിൽ രണ്ടു ഭാഗവും ദഹിച്ച് ചാമ്പലാകുന്നതോടെ ശിവബോധ സത്യം അവശേഷിക്കും. 257. ഏതാവദേവാ വിദ്യാത്വം നേദം ബ്രഹ്മേതി നിശ്ചയഃ യേഷ ഏവ ക്ഷയോസ്യ യദ് ബ്രഹ്മേദമിതി നിശ്ചയഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.